ക്രിസ്മസ് ഡെക്കറേഷൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് നല്ലൊരു പുൽക്കൂട് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല നീറ്റായിട്ട് ഒരു പുൽക്കൂടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കാർഡ്ബോർഡ് ബോക്സും അതിലേക്ക് വേണ്ടിയിട്ട് മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്ബോർഡ് ബോക്സിൻ്റെ തന്നെ ഒരു നമുക്കിങ്ങനെ പൊതിയാൻ കിട്ടുന്ന പേപ്പറുണ്ട്, ആ ഒരു പേപ്പറാണ് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് നീറ്റാക്കി സ്റ്റാപ്ലെയറൊക്കെ വെച്ച് അടിച്ചാണ് നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ നമ്മൾ ഇന്നലെ വട്ടി വെച്ച രൂപങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇനി നമുക്ക് ആ പുൽക്കൂടിൽ സെറ്റ് ചെയ്യണം. ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് പണി ഉണ്ടായില്ല. സോ ഞങ്ങളുടെ പണിയിലേക്ക് വരികയാണ്. ഇന്ന് നമുക്ക് കുറച്ച് ബോക്സും അതുപോലെ കുറച്ച് പേപ്പേഴ്സും തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഗിഫ്റ്റ് ബോക്സുകളാണ് ഉണ്ടാക്കുന്നത്. മാക്സിമം ചെറിയ ബോക്സുകൾ, എന്നാൽ കുറച്ച് അധികം ഗിഫ്റ്റ് വേണം നമുക്ക്. എന്താ നമ്മുടെ ട്രീയുടെ അടിയിൽ ഇങ്ങനെ നിരത്താൻ പാകത്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്. ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സ് പൊതിയണ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ നന്നായിട്ട് ഗിഫ്റ്റ് ബോക്സ് പൊതിയൂലെന്ന്. ഞാൻ പൊതിയുന്നതും വേറെ ഒരാളവിടെ പൊതിഞ്ഞ് നീറ്റായിട്ട് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഞാൻ പൊതിയുമ്പോൾ വേറൊരു കോലത്തിലാണ് വരുന്നത്. എന്ത് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് വരുന്നില്ല. സോ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി എല്ലാവരും നല്ല പണിയിലാണ്. ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സ് എങ്കിലും പൊതിഞ്ഞില്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരു ഗുണമില്ല, എന്നെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചാൽ അവർ അവരുടെ പാട്ടിന് പോവും. എന്നെ ഒഴിവാക്കി കളഞ്ഞാലോ, അതുകൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ഞാൻ ആ ഗിഫ്റ്റ് ബോക്സ് പൊതിഞ്ഞേട്ടെ. ഞാൻ പൊതിഞ്ഞ ബോക്സും ഇവൻ പൊതിഞ്ഞ ബോക്സും തമ്മിൽ വലിയൊരു അന്തരം ഉണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി കേട്ടോ. ഇവരിവിടെ ഇരിപ്പായി, ഇവരിവിടെ നിന്ന് പോണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പുൽക്കൂട് ഇന്ന് ഫുൾ സെറ്റാവുമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല. ഞങ്ങൾ പകുതി വെച്ച് ആ പരിപാടി ഒന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ അടുത്ത പാട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.